ഗൈസ്, അപ്പോൾ നമ്മൾ മൗണ്ട് ബ്ലാങ്കിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ ആട്ടോ അത്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ടണലിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ട്രക്കിൻ്റെ ക്യൂ ആണിത്. 1 2 3 4 ലൈൻ ഉണ്ട്. ഫസ്റ്റ് ഈ ലൈൻ പോകണം, ദെൻ ദിസ്. ഈ പച്ചത്തിൻ്റെ മൂന്നാമത്തെ ബാക്കിലായിട്ടാണ് നമ്മളെ ട്രക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പോകണമെങ്കിൽ ഈ 2 ലൈനും പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് ഫ്രാൻസിൽ നിന്ന് ഇറ്റലിക്ക് പോകുന്ന മൗണ്ട് ബ്ലാങ്ക് ടണലിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലം കേട്ടോ അത്. ടിക്കറ്റ് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ മലേൻ്റെ മുകളിലൊക്കെ നിങ്ങൾ കണ്ടോ, ഫുള്ളി എന്താണ് ഐസാണ് കേട്ടോ. ഓക്കെ, ഇതിന് നമുക്ക് ഈ ഒരു ട്രക്കിന് നമുക്ക് ഈ ലൈൻ പാസ് ചെയ്ത് വിട്ടു കേട്ടോ. ഇതും കഴിഞ്ഞ് ഇതിൽ മൂന്നാമത്താണ് നമ്മുടെ ട്രക്ക്. ഇപ്പോൾ ഈ ലൈനാണ് വിട്ടേക്കുന്നത്. ഈ ലൈൻ അലോക്കേറ്റ് ചെയ്ത് വിട്ടുകൊടുത്തത്. ഒരു മേൻ്റെ ട്രക്കൊക്കെ പോകുന്നു. ഓ, ഇത് മറ്റേ ഡബിൾ ട്രക്കാണെന്ന് തോന്നുന്നു. ആ ലൈൻ പാസ് ചെയ്ത് അടുത്ത ലൈനിലേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് പെർമിഷൻ ഉള്ളൂ. ഇവിടെ ഏകദേശം ടണലിൻ്റെ ഒരു 10-40 കിലോമീറ്റർ മുന്നേ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ടണലിലേക്ക് പോകാൻ. ടിക്കറ്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അതാണ് നമ്മളെ മൗണ്ട് ബ്ലാങ്കിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതിലൊരു ചെറിയൊരു അരുവി ഉണ്ട് കേട്ടോ, ഈ വെള്ളച്ചാട്ടം. ഇതേ നമ്മളൊരു കൊളീഗാണിത്. ഈ രീതിയിലാണ് ലൈൻസ്. അപ്പോൾ ഇതിലിങ്ങനെ കയറി പോകുന്നുണ്ട്. മൗണ്ട് ബ്ലാങ്ക് ടണലാട്ടോ. ആ നിരയിലൊക്കെ വീടുകളാട്ടോ. ആ കാണുന്നതൊക്കെ മലനിരയിലൊക്കെ വീടുകളാണ് ഗൈസ്. അപ്പോൾ മൗണ്ട് ബ്ലാങ്കിൻ്റെ എക്സ്പീരിയൻസ് ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞത്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊന്നും സമയം കിട്ടാറില്ല. വാലൻ ബോൺ